മുജിബുർ റഹ്മാനെ ഈ യൂനുസ് അധികാരമേറ്റ ശേഷം മുജിബുർ റഹ്മാനെ തള്ളിക്കളയുന്ന ധാരാളം നടപടികൾ ഉണ്ടായിട്ടുണ്ട് അവിടെ. ഈ മുജിബുർ റഹ്മാനെതിരെ അതായത് സെമിനാറുകളുമൊക്കെ യൂനുസ് വന്ന ശേഷം സംഘടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ സെമിനാറുകളിൽ പറയുന്നത് നമ്മുടെ രാഷ്ട്രപിതാവ് മുഹമ്മദ് അലി ജിന്നയാണ്, മുജിബുർ റഹ്മാൻ അല്ല. ജിന്ന ഉള്ളത് കൊണ്ടാണ് പാകിസ്ഥാൻ ഉണ്ടായത്. അങ്ങനെ പാകിസ്ഥാൻ ഉണ്ടായത് കൊണ്ടാണ് ബംഗ്ലാദേശ് ഉണ്ടായത്. അതുകൊണ്ട് മുഹമ്മദ് അലി ജിന്നയാണ് നമ്മുടെ രാഷ്ട്രപിതാവ് എന്ന് പറയുന്ന സെമിനാറുകളുമൊക്കെ അവിടെ ഈ അക്കാദമീഷ്യന്മാരുമൊക്കെ സംഘടിപ്പിച്ചതൊക്കെ നമ്മൾ മുമ്പും ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. മുജിബുർ റഹ്മാൻ്റെ കുടുംബാംഗങ്ങളെ മുജിബുർ റഹ്മാനെ ഒക്കെ പിൽക്കാലത്ത് കൊലപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ മുജിബുർ റഹ്മാൻ്റെ പൈതൃകം മൊത്തത്തിൽ ഷെയ്ഖ് ഹസീന മുജിബുർ റഹ്മാൻ്റെ മകളാണ്. അപ്പോൾ ഷെയ്ഖ് ഹസീനയുടെ പൈതൃകം കൂടി മുജിബുർ റഹ്മാൻ്റെ ഷെയ്ഖ് ഹസീനയുടെ ഓർമ്മകൾ ഇല്ലാതാക്കണം എന്നുണ്ടെങ്കിൽ ഈ നോട്ടുകൾ കാണുമ്പോൾ മുഴുവൻ ആളുകൾ ഷെയ്ഖ് ഹസീനയും കൂടി ഓർക്കുമല്ലോ. ബംഗബന്ധു മുജിബുർ റഹ്മാൻ എന്നാണ് എൻ്റെയൊക്കെ ചെറുപ്പത്തിലൊക്കെ കേട്ടുകൊണ്ടിരുന്നത്. കാരണം ബംഗ്ലാദേശ് യുദ്ധമൊക്കെ നമുക്ക് നല്ല ഓർമ്മയുണ്ട്. നമ്മുടെയും ഒരു വീരനൊക്കെ ആയിരുന്നു അക്കാലത്ത് മുജിബുർ റഹ്മാൻ. മുക്തിബാഹിനി പോരാടുന്നു, പാകിസ്ഥാനെതിരെ പോരാടുന്നു. മാത്രമല്ല ബംഗാളിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ഈ ബംഗ്ലാദേശ്, കിഴക്കൻ ബംഗാൾ. അവിടെ നിന്നൊക്കെ 1000 കിലോമീറ്റർ അകലെയാണ് ഈ പടിഞ്ഞാറൻ പാകിസ്ഥാൻ. രണ്ടും തമ്മിൽ ശരിക്കും ഭൂമിപരമായിട്ട് ബന്ധമൊന്നുമില്ല. ഈ കിഴക്കൻ ബംഗാളിൽ അവർ ഹെലികോപ്റ്ററിലോ വിമാനത്തിലോ ഒക്കെ വരണമായിരുന്നു ധാക്കയിൽ, അല്ലാതെ വണ്ടി ഓടിച്ചൊന്നും വരാൻ പറ്റില്ലായിരുന്നു. അങ്ങനെയാണ് അത് യുദ്ധത്തിലേക്കൊക്കെ പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.